എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൻ്റെ പാരായണം 45-ാം ദിവസമായ ഇന്ന് ഉത്തരകാണ്ഡത്തിലെ ദ്വിതീയ സർഗമാണ് പാരായണം ചെയ്യുന്നത്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശം അക്ഷരം ദാരം വന്ദേ ലങ്കാഭയം കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വജസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം ഉത്തരകാണ്ഡം ദ്വിതീയ സർഗ. രാക്ഷസരുടെ രാജ്യസ്ഥാപനം. ശ്രീ മഹാദേവ ഉവാച ശ്രീരാമവചനം ശ്രുത്വാ പരമാനന്ദ നിർഭര മുനിപ്രവാച സദസി സർവേഷാം തത്ര ശൃണ്വതാം. ശ്രീ മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു. ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് പരമാനന്ദത്തിൽ മുഴുകിയ മുനി ആ സദസ്സിലുള്ള എല്ലാവരും കേൾക്കുമാറ് പറഞ്ഞു. അദവിത്തേശ്വരോ ദേവസ്തത്ര കാലേന കേനചിത് ആയയൗ പുഷ്പകാരൂഢ പിതരം ദ്രഷ്ടുമഞ്ജസാ. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ധനപതി ദേവൻ, അതായത് കുബേരൻ, പുഷ്പക വിമാനത്തിലേറി പിതാവിനെ ദർശിക്കുവാൻ ആകസ്മികമായി അവിടെ എത്തി. ദൃഷ്ട്വാത്തം കൈകസീ തത്ര വ്രാജമാനം മഹൗജസം രാക്ഷസീ പുത്രസാമീപ്യം ഗത്വാ രാവണമബ്രവീത്. പുത്രപശ്യതനാധ്യക്ഷം ജ്വലന്തം സ്വേന തേജസാ ത്വം അപ്യേവം യഥാ ഭൂയാസ്തഥാ യജ്ഞാം കുരു പ്രഭോ. മഹാതേജസ്വിയും കാന്തിമാനുമായ ആ കുബേരനെ കണ്ടിട്ട് ആശ്ചര്യം പൂണ്ട രാക്ഷസിയായ കൈകസി സ്വപുത്രനായ രാവണന്റെ സമീപമെത്തി ഇപ്രകാരം പറഞ്ഞു. അല്ലയോ മകനെ, സ്വതേജസാൽ ജ്വലിക്കുന്ന കുബേരനെ നോക്കൂ. സമർത്ഥനായ മകനെ, നീയും അവനെപ്പോലെ ആകാൻ പ്രയത്നിക്കണം. തച്ഛ്രുത്വാ രാവണോ രോഷാത് പ്രതിജ്ഞാം അകരോദ്രുതം ധനദേന സമോവാവി അധികോവ അചിരേണതു ഭവിഷ്യാമ്യംബമാം പശ്യ സന്താപം ത്യജ സുവ്രതേ ഇത്യുക്ത്വാ ദുഷ്കരം കർത്തും തപ സദശകന്തരഃ അഗമദ്ഫലസിദ്ധ്യർത്ഥം ഗോകർണം തു സഖാനുജ സ്വം സ്വം നിയമമാസ്ഥായ ഭ്രാതരസ്തേ തപോ മഹത് ആസ്ഥിതാ ദുഷ്കരം ഘോരം സർവലോകൈകതാപനം ദശവർഷസഹസ്രാണി കുംഭകർണോ അകരോത്തപഃ. അമ്മയുടെ വാക്കുകൾ കേട്ട ഉടൻ ക്രോധത്തോടുകൂടി രാവണൻ പ്രതിജ്ഞ ചെയ്തു. വ്രതനിഷ്ഠയായ മാതാവേ, ദുഃഖം പിടിഞ്ഞാലും എന്നെ നോക്കൂ. ഉടൻ തന്നെ ഞാൻ കുബേരന് സമനോ അയാളെക്കാൾ മികച്ചവനോ ആയിത്തീരും. ഇത്രയും പറഞ്ഞ് അനുജരോടുകൂടി ആ ദശമുഖൻ ഇഷ്ടഫലസിദ്ധിലാക്കാക്കി കഠിന തപസ് അനുഷ്ഠിക്കുവാൻ ഗോകർണത്തിലേക്ക് പോയി. അവരവരുടെ അനുഷ്ഠാനം കൈക്കൊണ്ട് ആ സോദരർ ദുഷ്കരവും ഘോരവും സകല ലോകത്തെയും തപിപ്പിക്കുന്നതുമായ മഹാതപസ് ചെയ്തു. വിഭീഷണോ വിധർമാത്മാ സത്യധർമ്മപരായണ
പഞ്ചവർഷസഹസ്രാണി പാദേനൈകേനതസ്തിവാൻ. സത്യധർമ്മങ്ങളിൽ നിഷ്ഠയുള്ള ധർമാത്മാവായ വിഭീഷണനും 5000 വർഷക്കാലം ഒറ്റക്കാലിൽ നിന്ന് തപസ്സനുഷ്ഠിച്ചു. ദിവ്യവർഷസഹസ്രം തു നിരാഹാരോ ദശാനനഃ പൂർണേ വർഷസഹസ്രേതു ശീർഷമഗ്നൗ ജുഹാവസ്. ഏവം വർഷസഹസ്രാണി നവതസ്യാദിചക്രമു അത വർഷസഹസ്രം തു ദശമേ ദശമം ശിര ഛേത്തു കാമസ്യ ധർമാത്മാ പ്രാപ്തച്ഛാത പ്രജാപതി. വത്സ വത്സ ദശഗ്രീവ പ്രീതോസ്മിത്യഭിഭാഷത വരം വരേ ദാസ്യാമി യത്തേ മനസി കാംക്ഷിതം. ദശഗ്രീവോപി തച്ഛ്രുത്വാ പ്രകൃഷ്ടേനാന്തരാത്മന അമരത്വം വൃണീമേശ വരദോ യതി മേ ഭവാൻ. സുവർണനാഗയക്ഷാണാം ദേവതാനാം തഥാസുരൈ അവധ്യത്വം തു മേ ദേഹി തൃണഭൂതാഹി മാനുഷാഃ. രാവണൻ 1000 ദിവ്യസംവത്സരങ്ങൾ നിരാഹാരനായി കഴിഞ്ഞുകൂടി. 1000 ആണ്ട് പൂർത്തിയായപ്പോൾ അയാൾ തൻ്റെ ഒരു തല തീയിൽ ഹോമിച്ചു. ഇങ്ങനെ 9000 വർഷം കടന്നുപോയി. ഓരോ തലയായി ഹോമിക്കപ്പെട്ടു. 10000 വർഷം തികഞ്ഞപ്പോൾ 10ാമത്തെ ശിരസ് ഛേദിക്കാൻ തുനിഞ്ഞു. അപ്പോൾ രാവണന്റെ സമീപം ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞേ രാവണ, ഞാൻ പ്രീതനായി, എന്തു വരവും ചോദിച്ചുകൊള്ളൂ. നീ മനസ്സിൽ നനയ്ക്കുന്നതെന്തും ഞാൻ നൽകാം. അത് കേട്ട് അത്യന്തം സന്തുഷ്ടനായ ദശമുഖൻ പറഞ്ഞു, അല്ലയോ ഭഗവൻ, അങ്ങെനിക്ക് വരം തരുമെങ്കിൽ ഞാനിതാ അമരത്വം വരിക്കുകയാണ്. പക്ഷി, നാഗ, യക്ഷന്മാർ, ദേവർ, അസുരർ എന്നിവരാൽ വധിക്കപ്പെടാനാവാത്ത അവസ്ഥ എനിക്ക് തന്നാലും മനുഷ്യർ വെറും പുല്ലാണല്ലോ. തഥാസ്തു ഇതി പ്രജാധ്യക്ഷ പുനരാഹദശാനനം അഗ്നൗഹുതാനി ശീർഷാണി യാനിതേ സുരപുങ്കവ ഭവിഷ്യന്തി യഥാ പൂർവം അക്ഷയാണി ച സത്തമ. അപ്രകാരം ഭവിക്കട്ടെ എന്ന് ബ്രഹ്മാവ് രാവണനോട് അരുളി ചെയ്തു. മഹാനായ അസുരശ്രേഷ്ഠ, തീയിൽ ഹോമിക്കപ്പെട്ട നിന്റെ തലകൾ മുമ്പത്തെ പോലെ തന്നെ അക്ഷയങ്ങൾ ആവുകയും ചെയ്യും. ഏവം മുക്ത്വാ തതോ രാമ ദശഗ്രീവം പ്രജാപതി വിഭീഷണമുവാചേദം പ്രണതം ഭക്തവത്സല. വിഭീഷണത്വയാ വത്സകൃതം ധർമാർത്ഥമുത്തമം തപസ്തതോ വരം വത്സ പ്രണീഷ്വാം അഭിമതം ഹിതം. അല്ലയോ രാമ, രാവണനോട് ഇങ്ങനെ പ്രജാപതി അരുളിയതിനു ശേഷം ആ ഭക്തവത്സലൻ വിഭീഷണനോട് ഇങ്ങനെ കൽപ്പിച്ചു. അല്ലയോ വത്സ വിഭീഷണ, നീയാകട്ടെ ധർമ്മലബ്ധിക്കായി ഉത്തമ തപസ് അനുഷ്ഠിച്ചു. തന്മൂലം കുഞ്ഞെ ഹിതകരവും മനസ്സിനിണങ്ങിയതുമായ വരം നീ ചോദിച്ചോളൂ. വിഭീഷണോപിതം നത്വാ പ്രാജ്ഞലിർവാക്യമബ്രവീത് ദേവമേ സർവദാ ബുദ്ധിർധർമ്മേ തിഷ്ഠതു ശാശ്വതി മാരോജയത്വധർമ്മം മേ ബുദ്ധി സർവത്ര സർവദാ. തത പ്രജാപതി പ്രീതോ വിഭീഷണമഥാബ്രവീത് വത്സത്വം ധർമ്മശീലോസി തഥൈവ ച ഭവിഷ്യസി. വിഭീഷണൻ പ്രജാപതിയെ നമിച്ചിട്ട് കൈകൂപ്പി പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എൻ്റെ ബുദ്ധി അവിചലിതമായി എന്നും ധർമ്മത്തിൽ നിലകൊള്ളുമാറാകണം. എൻ്റെ ബുദ്ധിക്ക് എല്ലായിടത്തും എന്നും അധർമ്മം അരോചകമായി തീരട്ടെ. അങ്ങനെ പ്രീതനായ പ്രജാപതി വിഭീഷണനോട് പറഞ്ഞു, അല്ലയോ വത്സ, നീ ധർമാത്മാവാണ്, നീ ആഗ്രഹിച്ചതുപോലെ ആയിത്തീരും. അയാചിതോപി ദാസ്യേ ഹ്യമരത്വം വിഭീഷണ കുംഭകർണമധോവാച വരം വരയ സുബ്രത. അല്ലയോ വിഭീഷണ, ആവശ്യപ്പെടാതെ തന്നെ നിനക്ക് ഞാൻ അമരത്വം നൽകുന്നു. അനന്തരം കുംഭകർണനോട് ബ്രഹ്മാവ് ചോദിച്ചു, അല്ലയോ സുബ്രത, നീ വരം ചോദിച്ചുകൊള്ളൂ. വാണ്യാ പ്രാപ്തോ ദതം പ്രാഹ കുംഭകർണപിതാമഹം സ്വപ്സ്യാമി ദേവഷൺമാസാൻ ദിനമേകം തു ഭോജനം. സരസ്വതിയാൽ പ്രേരിതനായി കുംഭകർണൻ
അനന്തരം പിതാമഹനോട് ആവശ്യപ്പെടുകയുണ്ടായി, ഭഗവൻ 6 മാസം ഞാൻ ഉറങ്ങിക്കൊള്ളാം, ഒരു ദിവസം ഭക്ഷണം കഴിക്കാം. ഏവമസ്തു ഇതി പ്രാഹ ബ്രഹ്മാ ദൃഷ്ട്വാദിഭൗകസ സരസ്വതീ ച തദ്വക്ത്രാ നിർഗതാ പ്രയയൗ ദിവം. ബ്രഹ്മാവ് ദേവന്മാരെ കടാക്ഷിച്ചതിന് ശേഷം അങ്ങനെ ഭവിക്കട്ടെ എന്ന് അവന് വരം നൽകി. സരസ്വതി കുംഭകർണന്റെ വദനത്തിൽ നിന്ന് ഇറങ്ങി സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. കുംഭകർണസ്തു ദുഷ്ടാത്മാ ചിന്തയാമാസ ദുഃഖിതഃ അനഭിപ്രേതമേവാസ്യാത് കിം നിർഗതമഹോ വിധി. ദുരാത്മാവായ കുംഭകർണൻ ദുഃഖത്തോടെ ആലോചിച്ചു, ഞാൻ ആഗ്രഹിക്കാത്തതല്ലേ എൻ്റെ മുഖത്തു നിന്നും പുറപ്പെട്ടത്, വിധി ആശ്ചര്യകരം തന്നെ. സുമാലീപരലബ്ധാംസ്താൻ ജ്ഞാത്വാ പൗത്രാൻ നിശാചരാൻ പാതാളാ നിർഭയപ്രായാത് പ്രാഹസ്താദിപിരന്വിത് ദശഗ്രീവം പരിഷ്വജ്യ വചനം ചേതമബ്രവീത് ദിഷ്ട്യാദേ പുത്രസംവൃത്തോ വാഞ്ചിതോ മേ മനോരഥഃ. തൻ്റെ പൗത്രന്മാരായ രാക്ഷസർക്ക് വരം ലഭിച്ചതറിഞ്ഞ് പ്രഹസ്തൻ തുടങ്ങിയവരോടൊപ്പം സുമാലി നിർഭയം പാതാളത്തിൽ നിന്ന് മടങ്ങി വന്നു. രാവണനെ മാറോടണച്ച് ഇவ்விധ അറിയിച്ചു, അല്ലയോ മകനെ, ഭാഗ്യവശാൽ ഞാൻ ആശിച്ച വിധം നിന്റെ മനോരഥം നിറവേറി. യദ്ഭയാശവയം ലങ്കാം ത്യക്ത്വാ യാദാരസാത്തലം തദ്ഗതം നോ മഹാബാഹോ മഹദ്വിഷ്ണുഹൃതം ഭയം അസ്മാഭി പൂർവമുഷിതാ ലങ്കേയം ധനദേനത്തെ ഭ്രാതാക്രാന്താമിദാനീം ത്വം പ്രത്യാനേതുമിഹാർഹസി സാമ്രാവാദബലേനാഭി രാജ്ഞാം ബന്ധുക്കുതസുഹൃത് ഇത്യുക്തോ രാവണപ്രാഹ നാർഹസ്യേവം പ്രഭാഷിതും. അല്ലയോ മഹാബാഹു, എന്തു പേടിച്ചാണോ ഞങ്ങൾ ലങ്ക വിട്ട് പാതാളത്തിലേക്ക് പോയത്? വിഷ്ണു മൂലമുള്ള ആ മഹാഭയം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായിരിക്കുന്നു. ഈ ലങ്കയിൽ നമ്മളാണ് മുമ്പ് പാർത്തിരുന്നത്. നിന്റെ സഹോദരനായ കുബേരനാൽ കീഴടക്കപ്പെട്ട ലങ്കയെ നീ ഇപ്പോൾ സാമം കൊണ്ടോ അല്ലെങ്കിൽ ബലം കൊണ്ടോ പിടിച്ചെടുക്കണം. സഹോദര സ്നേഹം മൂലം മടിക്കേണ്ടതില്ല. ബന്ധു രാജാക്കന്മാർക്ക് ശുഭചിന്തകനാകാറുണ്ടോ? ഇത് കേട്ട് രാവണൻ മറുപടി പറഞ്ഞു, വിത്തേശോ ഗുരുരസ്മാകം ഏവം ശ്രുത്വാ തമബ്രവീത് പ്രഹസ്ത പ്രശ്രുതം വാക്യം രാവണം ദശകന്ധരം. കുബേരൻ എൻ്റെ ജ്യേഷ്ഠനാണ്. ഇത് കേട്ടപ്പോൾ പ്രഹസ്തൻ ദശകന്ധനായ രാവണനോട് വിനയപൂർവ്വം പറഞ്ഞു, ശൃണു രാവണയജ്ഞേന നൈവം ത്വം വക്തുമർഹസി നാധീതാ രാജധർമാസ്തേ നീതിശാസ്ത്രം തഥൈവ ച ശൂരാണാം നഹി സൗഭ്രാത്രം ശൃണു മേ വദത പ്രഭോ കശ്യപസ്യ സുതാ ദേവാ രാക്ഷസാശ്ച മഹാബലാഃ പരസ്പരമയുധ്യന്ത ത്യക്ത്വാ സൗഹൃദമായുധൈ നൈവേദാനീന്ദനം രാജൻ വൈരം ദേവൈർ അനുഷ്ഠിതം. അല്ലയോ രാവണ, നീ ഇങ്ങനെ പറയാൻ പാടില്ല. ശ്രദ്ധിച്ചു കേട്ടാലും രാജധർമ്മങ്ങളും നീതിശാസ്ത്രവും ഇതുവരെ നീ പഠിച്ചിട്ടില്ലല്ലോ. ശൂരന്മാർക്ക് സോദരബന്ധമില്ല. അല്ലയോ പ്രഭോ, ഞാൻ പറയുന്നത് കേട്ടാലും കശ്യപന്റെ പുത്രരായ ദേവാസുരന്മാർ അതീവ ശക്തിശാലികളായിരുന്നു. സൗഹൃദം വിട്ട് ആയുധമേന്തി അവർ അന്യോന്യം അടരാടി. അല്ലയോ രാജാവേ, ദേവന്മാരോട് നിലവിലുള്ള ശത്രുത ഇപ്പോഴുണ്ടായതല്ലല്ലോ. പ്രഹസ്തസ്യ വജശ്രുത്വാ ദശഗ്രീവോ ദുരാത്മന തഥേതി ക്രോധതാം രാക്ഷ ത്രികൂടാ അജലമന്വഗാത് ദൂതം പ്രഹസ്തം സംപ്രേക്ഷ്യ നിഷ്കാസ്യ ധനദേശ്വരം ലങ്കാം ആക്രമ്യ സജീവൈ രാക്ഷസൈ സുഖമാസ്ഥിതഃ. ദുർബുദ്ധിയായ പ്രഹസ്തന്റെ വാക്കുകൾ കേട്ട് അങ്ങനെയാകട്ടെ എന്ന് ചൊല്ലി കോപം കൊണ്ട് കണ്ണുകലങ്ങിയ രാവണൻ ത്രികൂടപർവ്വതത്തിലേക്ക് പോയി. പ്രഹസ്തനെ ദൂതനായി നിയോഗിച്ച് അയാളിലൂടെ കുബേരനെ പുറത്താക്കുകയും ലങ്കയെ ആക്രമിച്ചു കീഴടക്കി
മന്ത്രിമാരായ രാക്ഷസരുമൊത്ത് സസുഖം വാഴുകയും ചെയ്തു. ധനധ പിതൃവാക്യേന തെക്വാലങ്കാം മഹായശ ഗത്വാ കൈലാസശിഖരം തപസാ തോഷയശിവം. മഹായശസ്വിയായ കുബേരൻ ലങ്ക വെടിഞ്ഞ് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം കൈലാസശിഖരത്തിലെത്തി ശിവനെ തപസാൽ പ്രസാദിപ്പിച്ചു. ഏന സൗഖ്യമനുപ്രാപ്യ തേനൈവ പരിപാലിതഃ അലകാം നഗരീം തത്ര നിർമ്മമേ വിശ്വകർമ്മണ. അദ്ദേഹത്തിൻ്റെ മൈത്രി നേടി അദ്ദേഹത്തിൻ്റെ തന്നെ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടി അവിടെ വിശ്വകർമാവിനെ കൊണ്ട് അളകാപുരി നിർമ്മിപ്പിക്കുകയും ചെയ്തു. ദിക്പാലത്വം ചകാരാത്ര ശിവേന പരിപാലിതഃ രാവണോ രാക്ഷസൈ സാർദ്ധം അഭിഷിക്ത സഹാനുജൈ. രാജ്യം ചകാരാസുരാണാം ത്രിലോകീം ബാധയൻ ഖല ഭഗിനീം കാലഘഞ്ചായ ദദൗ വികടരൂപിണീം. വിദ്യുജ്ജിഹ്വായ നമ്നാസൗ മഹാമായി നിശാചരഃ തതോമയോ വിശ്വകർമ്മ രാക്ഷസാനാം ദിദേ സുത. സുതാം മന്ദോദരീം നാമ്ന ദദൗ ലോകൈകസുന്ദരീം രാവണായ പുനഃശക്തിം അമോഘാം പ്രീതമാനസഃ. ശിവനാൽ പരിരക്ഷിതനായ കുബേരൻ അവിടെ ദിക്പാലകനായി വാണരുളി. രാക്ഷസന്മാരാൽ അഭിഷിക്തനായ ദുഷ്ടരാവണൻ അനുജരുമൊത്ത് 3 ലോകത്തെയും പീഡിപ്പിച്ചുകൊണ്ടാണ് അസുരരാജ്യം ഭരിച്ചത്. ആ മഹാമായാവി രാക്ഷസൻ ഭീകരരൂപിണിയായ സ്വസഹോദരിയെ ഘാലകഞ്ചകുലത്തിൽ പിറന്ന വിദ്യുജ്ജുഹന് വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെ ദിതിയുടെ പുത്രനും അസുരശില്പിയുമായ മയൻ തൻ്റെ മകളും ലോകൈകസുന്ദരിയുമായ മണ്ഡോദരിയെ രാവണന് നൽകി. പിന്നെ ലക്ഷ്യം പിഴയ്ക്കാത്ത ശക്തി എന്ന ആയുധവും പ്രീതിപൂർവം ദാനം ചെയ്തു. വൈരോചനസ്യ ദൗഹിത്രീം വൃത്രജ്വാലേതി വിശ്രുതാം സ്വയം ദത്താമുദാവഹത് കുംഭകർണായ രാവണഃ. ഗന്ധർവരാജസ്യ സുതാം ശൈലൂഷസ്യ മഹാത്മനഃ വിഭീഷണസ്യ ഭാര്യാർത്ഥേ ധർമ്മജ്ഞാം സമുദാവഹത്. സരമാം നാമ സുഭഗാം സർവലക്ഷണ സംയുതാം തതോ മന്ദോദരീപുത്രം മേഘനാദം അജീജനത്. വൈരോചനന്റെ മകളുടെ മകളും വൃത്രജ്വാല എന്ന് പ്രശസ്തയും സ്വയം വൈരോചനൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവളുമായ ഒരു കുമാരിയെ കുംഭകർണനെ കൊണ്ട് രാവണൻ വിവാഹം കഴിപ്പിച്ചു. ഗന്ധർവരാജാവും മഹാത്മാവുമായ ശൈലൂഷന്റെ മകളും സർവലക്ഷണ സമ്പന്നയും ധർമ്മജ്ഞയും സുന്ദരിയുമായ സരമയെ വിഭീഷണന്റെ കളത്രമാക്കി. യഥാക്രമം മന്ദോദരി മേഘനാഥൻ എന്ന പുത്രനെ പ്രസവിച്ചു. ജാതമാത്രസ്തുയോ നാദം മേഘവത് പ്രമുമോജഃ തതസ്സർവേ ഭ്രുവൻ മേഘനാദോയം ഇതി ചാസകൃത്. കുംഭകർണസ്തതപ്രാഹ നിദ്രാമാം ബാധതേ പ്രഭോ തതശ്ച കാരയാമാസ ഗൃഹാം ദീർഘാം സുവിസ്തരാം. ജനിച്ചപ്പോൾ തന്നെ മേഘം പോലെ ശബ്ദമുണ്ടാക്കിയതുകൊണ്ടാണ് മേഘനാഥൻ എന്ന് രാവണപുത്രനെ സകലരും വിളിച്ചത്. കുംഭകർണൻ തനിക്ക് ഉറക്കത്തിൻ്റെ ശല്യമുണ്ടാകുന്നു എന്നറിഞ്ഞ് വിസ്തൃതമായ ഒരു ഗുഹ തയ്യാറാക്കുവാൻ രാവണനോട് അഭ്യർത്ഥിച്ചു. തത്ര സുഷ്വാപമൂഢാത്മാ കുംഭകർണാവിഘൂർണിതഃ നിദ്രിതേ കുംഭകർണേതു രാവണോ ലോകരാവണ ബ്രാഹ്മണാൻ ഋഷിമുഖ്യാംശ ദേവദാനവകിന്നരാൻ ദേവശ്രിയോ മനുഷ്യാംശ നിജഘ്നേ സമഹോരകാൻ. മൂഢമതിയായ കുംഭകർണൻ ആ ഗുഹയിൽ കൂർക്കം വലിച്ച് ഉറങ്ങി. കുംഭകർണൻ ഉറങ്ങിയതോടെ ലോകകണ്ഠകനായ രാവണൻ വിപ്രന്മാർ, മാമുനിമാർ, ദേവദാനവ കിന്നരർ, മഹാസർപ്പങ്ങൾ, മനുഷ്യർ ഇവരെയെല്ലാം സംഹരിച്ചും ദേവസമ്പത്ത് താറുമാറാക്കിയും രസിച്ചു. ധനതോപി തതശ്രുത്വാ
രാവണസ്യ അക്രമം പ്രഭു അധർമ്മം മാ കുരുഷ്വേതി ദൂതവാക്യൈർന്യവാരയത്. തദക്രുദ്ധോ ദശഗ്രീവോ ജഗാമധനതാലയം വിനിർജിത്യ ധനാധ്യക്ഷം ജഹാരോത്തമപുഷ്പകം. തതോ യമം ച വരുണം നിർജിത്യ സമരേ അസുരഃ സ്വർഗലോകമഗാത്തൂർണം ദേവരാജ ജിഘാംസയഃ. രാവണന്റെ അക്രമം കേട്ടിട്ട് ധനപതിയായ കുബേരൻ അധർമ്മം ചെയ്യരുതേ എന്ന് ഒരു ദൂതൻ മുഖാന്തരം പറഞ്ഞ് അവനെ തടയാൻ നോക്കി. കുപിതനായ രാവണൻ കുബേരപുരിയിൽ കടന്ന് ധനപതിയെ കീഴടക്കി മഹത്തായ പുഷ്പക വിമാനം കൈക്കലാക്കി. യമനെയും വരുണനെയും സമരത്തിൽ തോൽപ്പിച്ചതിന് ശേഷം ആ രാക്ഷസൻ ഇന്ദ്രനെ വകവരുത്താനായി പെട്ടെന്ന് സ്വർഗത്തിലേക്ക് ചെന്നു. തതോ ഭവൻ മഹദ്യുദ്ധം ഇന്ദ്രേണ സകദൈവതൈ തതോ രാവണാഭ്യേത്യ ബബന്ധ ത്രിദശേശ്വര. അതോടെ ഇന്ദ്രൻ ദേവന്മാരോടൊപ്പം രാവണനുമായി കടുത്ത യുദ്ധം നടത്തി. ഉടനെ ഇന്ദ്രൻ രാവണന്റെ അടുത്തെത്തി അവനെ ബന്ധനസ്ഥനാക്കി. തച്ഛ്രുത്വാ സഹസാഗത്യ മേഘനാദ പ്രതാപവാൻ കൃത്വാ ഘോരം മഹദ്യുദ്ധം ജിത്വാ ത്രിദശപുങ്കവാൻ. ഇന്ദ്രം ഗൃഹീത്വാ ബദ്ധ്വാസൗ മേഘനാദോ മഹാബലഃ മോചയിത്വാ തു പിതരം ഗൃഹീത്വ ഇന്ദ്രം യയൗ പുരം. ബ്രഹ്മാതു മോചയാമാസ ദേവേന്ദ്രം മേഘനാദദ ദത്വാ വരാൻ ബഹും തസ്മൈ ബ്രഹ്മ സ്വഭവനം യയൗ. രാവണനെക്കുറിച്ചുള്ള വാർത്ത കേട്ട പ്രതാപിയും മഹാശക്തനുമായ മേഘനാഥൻ സ്വർഗലോകത്ത് പാഞ്ഞെത്തി ഘോരമായി യുദ്ധം ചെയ്തു. ദേവശ്രേഷ്ഠന്മാരെയെല്ലാം തോൽപ്പിച്ചു. ഇന്ദ്രനെ പിടിച്ചു കെട്ടിയിട്ട് പിതാവിനെ മോചിപ്പിച്ചു. ഇന്ദ്രനെയും കൊണ്ട് സ്വന്തം നഗരത്തിലേക്ക് പോവുകയും ചെയ്തു. ബ്രഹ്മാവാണ് മേഘനാഥന്റെ പിടിയിൽ നിന്നും ഇന്ദ്രനെ മോചിപ്പിച്ചത്. അവന് വേണ്ടുവോളം വരങ്ങളും നൽകി ബ്രഹ്മാവ് സ്വഭവനത്തിലേക്ക് പോയി. രാവണോ വിജയീ ലോകാൻ സർവാൻ ജിത്വാ ക്രമേണതു കൈലാസം ദോലയാമാസ ബാഹുഭി പരിഘോപമയി. തത്ര നന്ദീശ്വരേണൈവം ശപ്തോയം രാക്ഷസേശ്വരഃ വാനരൈർമാനുഷൈശ്ചൈവ നാശം ഗച്ഛേതി കോപിന. മുറയ്ക്ക് സകല ലോകങ്ങളും കീഴടക്കി വിജയിച്ച രാവണൻ ഇരുമ്പുലയ്ക്കൊത്ത കൈകളാൽ കൈലാസത്തെ പൊക്കിയെടുത്തു. കുപിതനായ നന്ദികേശ്വരൻ ആ രാക്ഷസ രാജാവിനെ ഇவ்விധം ശപിച്ചു. വാനരരും മാനവരും മൂലം നീ നാശമടയും എന്ന്. ശബ്ദോപ്യഗണയൻ വാക്യം യയുഹൈഹയപത്തനാം തേന ബദ്ധോ ദശഗ്രീവ പുലസ്ത്യേന വിമോചിതഃ. ശാപം ലഭിച്ചെങ്കിലും ആ ശാപവാക്യത്തെ വിഗണിച്ചുകൊണ്ട് അവൻ ഹൈഹയ പട്ടണത്തിൽ കാർത്തവീര്യാർജുനന്റെ രാജധാനി ആക്രമിക്കുകയുണ്ടായി. കാർത്തവീര്യാർജുനൻ രാവണനെ ബന്ധിച്ചു. പുലസ്ത്യനാണ് രാവണനെ മോചിപ്പിച്ചത്. തതോ അതിബലമാസാദ്യ ജിംഗാസുർഹരിപുങ്കവം ധൃതസ്തേനൈവ കക്ഷേണ ബാലിനാ ദശകന്തരഃ. പിന്നെ അതിശക്തനായ വാനരപതിയായ ബാലിയെ കൊല്ലാൻ അടുത്തപ്പോൾ അതേ ബാലി തന്നെ രാവണനെ കക്ഷത്തിൽ ഒതുക്കിക്കളഞ്ഞു. ഭ്രാമയിത്വാദുചതുര സമുദ്രാൻ രാവണം ഹരി വിസർജയാമാസ തത് തേന സഖ്യം ചകാരസ. 4 കടലിലും കറക്കിയിട്ടാണ് രാവണനെ ബാലി വിട്ടയച്ചത്. അതോടെ അവൻ ബാലിയോട് മൈത്രി കൂടി. രാവണ പരമപ്രീത ഏവം ലോകാത് മഹാബലഃ ചകാരസ്വവശേ രാമ ഭുജേ സ്വയമേവ താൻ. ഏവം പ്രഭാവോ രാജേന്ദ്ര ദശഗ്രീവ സഖേന്ദ്രജിത് ത്വയാ വിനിഹത സാഖ്യേ രാവണോ ലോകരാവണഃ. മേഘനാദശ്ച നിഹതോ ലക്ഷ്മണേന മഹാത്മന കുംഭകർണശ്ച നിഹത ത്വയാ പർവതസന്നിഭ.
അല്ലയോ രാമ, ഇങ്ങനെയാണ് പ്രബലനായ രാവണൻ ലോകങ്ങളെ അടിപ്പെടുത്തിയത്. തികഞ്ഞ പ്രീതിയോടെ അവൻ ലോകഭോഗങ്ങളെ തനിയെ ഭുജിക്കുകയും ചെയ്തു. അല്ലയോ രാജേന്ദ്ര, മേഘനാഥസഹിതനായ രാവണൻ ഇത്ര പ്രഭാവശാലിയാണ്. ലോകകണ്ഠകനായ രാവണനെ സമരത്തിൽ നീ വധിച്ചു. ധീരനായ ലക്ഷ്മണനാൽ മേഘനാഥനും ഹതനായി. മാമലയ്ക്കൊത്ത കുംഭകർണനെയും നീ തന്നെ കൊന്നു. ഭവാൻ നാരായണ സാക്ഷാൽ ജഗതാം ആദികൃത് വിഭു ത്വൽസ്വരൂപമിതം സർവം ജഗസ്ഥാവരജംഗമം ത്വന്നാഭികമലോൽപന്നോ ബ്രഹ്മാലോകപിതാമഹ അഗ്നിസ്തേ മുഖദോ ജാതോ വാജാ സഹരഘൂത്തമ ബാഹുഭ്യാം ലോകപാലൗഖ ചക്ഷുർഭ്യാം ചന്ദ്രഭാസ്കരൗ ദിശശ്ച വിദിശശ്ചൈവ കർണാഭ്യാം തേ സമുത്ഥിത ഘ്രാണാത് പ്രാണസമുത്പന്ന അശ്വിനൗ ദേവസത്തമൗ ജംഘാജാനുർ ഊരുജഘാന ഭുവർ ലോകാദയോ ഭവൻ. ലോകങ്ങളുടെ മൂലകാരണവും പ്രഭുവുമായ സാക്ഷാൽ നാരായണനാണ് അങ്ങ്. സ്ഥാവരജംഗമമായ ഈ ജഗത്തെല്ലാം നിന്റെ സ്വരൂപമാകുന്നു. ലോകപിതാമഹനായ ബ്രഹ്മാവ് നിന്റെ നാഭികമലത്തിൽ നിന്ന് പിറന്നവനാണല്ലോ. അല്ലയോ രഘുവര, അഗ്നി വാക്കിനോടുകൂടി നിന്റെ മുഖത്തു നിന്നാണ് ജനിച്ചത്. തൃക്കൈകളിൽ നിന്ന് ലോകപാലകന്മാരും മിഴികളിൽ നിന്ന് ചന്ദ്രസൂര്യന്മാരും നിന്റെ കാതുകളിൽ നിന്ന് ദിശകളും വിദിശകളും ഉണ്ടായി. മൂക്കിൽ നിന്ന് പ്രാണൻ ഉളവായി. ദേവസത്തമന്മാരായ അശ്വിനി കുമാരന്മാരും നിന്റെ നാസികയിൽ നിന്നാണ് ഉണ്ടായത്. തുട, കാൽമുട്ട്, ജഗനങ്ങളിൽ നിന്ന് ഭുവർലോകാദികൾ ആവിർഭവിച്ചു. കുക്ഷിദേശാൽ സമുൽപ്പന്നാത് ചത്വാരസാഗരാഹരേ സ്തനാഭ്യാമിന്ദ്രവരുണൗ ബാലഖില്യാശ്ചരേതസഃ മേഘാദ്യമോ ഗുദാൻ മൃത്യുർ മന്യോ രുദ്രസ്ത്രിലോചനഃ അസ്ഥിഭ്യ പർവ്വതാജാത കേശേഭ്യോ മേഘസംഹതി ഔഷധ്യസ്തവരോ മേഭ്യോ നഗേഭ്യശ്ചകരാദയഃ ത്വം വിശ്വരൂപ പുരുഷോ മായാശക്തി സമന്വിതഃ. അല്ലയോ ഭഗവാനെ, നിന്റെ വയറ്റിൽ നിന്നാണ് 4 സാഗരങ്ങളും ഉണ്ടായത്. ഇന്ദ്രവരുണന്മാർ സ്തനങ്ങളിൽ നിന്നും വീര്യത്തിൽ നിന്ന് ബാലഖില്യാദികളും ഉണ്ടായി. യമൻ ലിംഗത്തിൽ നിന്നും മൃത്യുഗുദത്തിൽ നിന്നും രോഷത്തിൽ നിന്ന് മുക്കണ്ണനായ രുദ്രനും അസ്ഥികളിൽ നിന്ന് ഗിരിനിരകളും മുടികളിൽ നിന്ന് മേഘക്കൂട്ടങ്ങളും സസ്യങ്ങളാകട്ടെ നിന്റെ രോമങ്ങളിൽ നിന്നും നഖങ്ങളിൽ നിന്ന് കഴുത മുതലായവയും ഉണ്ടായി. മായാശക്തിയോട് ചേർന്ന് വിശ്വരൂപം പൂണ്ട പരമപുരുഷനാണ് നീ. നാനാരൂപൈവാഭാസി ഗുണവത്യധികരേ സതി ത്വാം ആശ്രിത്യൈവ വിബുധാഃ പിബന്തി അമൃതമധ്വരേ ത്വയാ സൃഷ്ടമിദം സർവം വിശ്വം സ്ഥാവരജംഗമം ത്വമാശ്രിത്യൈവ ജീവന്തി സർവേ സ്ഥാവരജംഗമാഃ ത്വദ്യുക്തമഖിലം വസ്തു വ്യവഹാരേ വിരാഘവ ക്ഷീരമദ്യഗതം സർപ്പിർ യഥാ വ്യാപ്യ അഖിലം പയ നാനാജ്ഞാനചക്ഷുസ്ത്വാം പശ്യേദന്തദൃഗ്ഭാസ്കരം യഥാ യോഗിനസ്ത്വാം വിജിന്വന്തി സ്വദേഹേ പരമേശ്വരം അതന്നിരസനമുഖൈർ വേദശീർഷൈരഹർനിശം ത്വത്പാദഭക്തിലേശേന ഗൃഹീതാ യദി യോഗിനഃ വിജിന്വന്തോ ഹി പശ്യന്തി ചിന്മാത്രം ത്വാം ചജാന്യഥ മയാ പ്രലപിതം കിഞ്ചിത് സർവജ്ഞസ്യ തവാഗ്രതഃ ക്ഷന്തുമർഹസി ദേവേശ തവാനുഗ്രഹഭാഗകം. പ്രകൃതിയുടെ ഗുണങ്ങളുമായി ചേർന്ന് നിലകൊള്ളുകയാൽ നീ നാനാരൂപത്തിൽ ഭാസിക്കുന്നു. നിന്നെ ആശ്രയിച്ചു മാത്രമാണ് ദേവന്മാർ യാഗത്തിൽ അമൃതപാനം ചെയ്യുന്നത്. ചരാചരാത്മകമായ ഈ വിശ്വം അഖിലവും നിന്റെ നിർമ്മിതിയത്രേ. സ്ഥാവര ജംഗമങ്ങളെല്ലാം നിന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അല്ലയോ രാഘവ, പാലിലുള്ള നെയ്യ്
പാലിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കും പോലെ വ്യവഹാരദശയിൽ പോലും അഖില വസ്തുക്കളിലും നീ യുക്തനായിരിക്കുന്നു. സൂര്യാദികൾ നിന്റെ പ്രഭയാലാണ് പ്രകാശിക്കുക. നീ സൂര്യാദിയാൽ അല്ല ഭാസിക്കുന്നത്. സർവവ്യാപിയും നിത്യനും ഏകനുമായ നിന്നെ ജ്ഞാനക്കണ്ണുള്ളവർ തീർച്ചയായും കാണും. കണ്ണില്ലാത്തവൻ സൂര്യനെ എന്ന പോലെ ജ്ഞാനക്കണ്ണില്ലാത്തവൻ നിന്നെ കാണുകയില്ല. ആത്മവ്യതിരിക്തമായതിനെ നിഷേധിക്കുന്ന പ്രമുഖ ശ്രുതിവചനങ്ങളിലൂടെ പരമേശ്വരനായ നിന്നെ യോഗികൾ രാവും പകലും സ്വദേഹത്തിൽ തന്നെ തേടുന്നു. യോഗികൾക്ക് നിന്റെ പാദഭക്തി ലേശമെങ്കിലും നേടാനാവുമെങ്കിൽ അന്വേഷിച്ചന്വേഷിച്ച് അവർ ജ്ഞാനസ്വരൂപനായി നിന്നെ കണ്ടെത്തും. അല്ലെങ്കിൽ ഇല്ല തന്നെ. എല്ലാം അറിയുന്ന നിന്റെ തിരുമുമ്പിൽ ഞാൻ എന്തോ ചിലത് പുലമ്പി. അല്ലയോ ഭഗവാനെ, നീ ക്ഷമിച്ചാലും ഞാൻ നിന്റെ അനുഗ്രഹപാത്രമാണല്ലോ. ദിഗ്ദേശകാലപരിഹീനമനന്യമേകം ചിന്മാത്രമക്ഷരമജം ചലനാദിഹീനം സർവജ്ഞമീശ്വരമനന്തഗുണം വിദസ്തം ആയം ഭജേ രഘുപതിം ഭജതാം അഭിന്നം. ദിക്ക് ദേശകാലഭേദമില്ലാത്തവനും അന്യനല്ലാത്തവനും ഏകനും ശുദ്ധചേതനും അനശ്വരനും ജനനമില്ലാത്തവനും ചലനമില്ലാത്തവനും സർവജ്ഞനും അനന്തഗുണവാനും മായാരഹിതനും ഭക്തർക്ക് അഭിന്നനുമായ രഘുപതിയെ ഞാൻ ഭജിക്കുന്നു. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ഉത്തരകാണ്ഡേ ദ്വിതീയ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.